ചോക്കോ ഷെഫിൻ്റെ പുതുമയാർന്ന ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നു നിൽക്കുന്നത് പിറവത്തുള്ള ജോബി എന്ന വീട്ടമ്മയുടെ വീട്ടിലാണ്. പാചകത്തിൽ വളരെയധികം താല്പര്യമുള്ള അവരെന്തെല്ലാം ഡിഷുകളാണ് നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹായ്, ജോബി അല്ലേ? ചോക്ലേറ്റ് കുക്ക് ചെയ്യാനൊക്കെ റെഡിയല്ലേ? റെഡിയാണ്. എവിടെയാണ് നിങ്ങളുടെ കിച്ചൺ? ജോബി, എന്ത് ഐറ്റമാണ് ഇന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്? ക്ലാസിക് ബോണോഫി പൈ. ക്ലാസിക് ബോണോഫി പൈ എന്നൊരു വെറൈറ്റി ഡിഷാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ട്, ബനാന ഉണ്ട്, ബട്ടർ ഉണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഷുഗർ ഉണ്ട്, വിപ്പിംഗ് ക്രീം ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബിസ്ക്കറ്റ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? ബട്ടർ ആഡ് ചെയ്തിട്ട് എന്തൊരു ചേർക്കാൻ പോകുന്നത്? 2 സ്പൂൺ ചേർത്തൂല്ലേ? 2 സ്പൂണ്. ക്രംസ് ഉടഞ്ഞ് യോജിക്കുന്നോളം വരെ അത് മിക്സ് ചെയ്യണം. നന്നായിട്ട് നമ്മളിത് ശരിക്കും മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ബട്ടർ ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിനകത്ത് ഒരു ലെയർ ഇങ്ങനെ ഫസ്റ്റ് കൊടുത്തു. നമ്മൾ ലെയർ കൊടുത്തു. മിൽക്ക് മെയ്ഡ് നന്നായിട്ട് ഉരുക്കി ചൂടാക്കി ഫസ്റ്റ് ലെയർ, അടുത്ത ലെയർ കൊടുക്കണം. അതിൻ്റെ കൂടെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്യുക. ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് ശരിക്കും ഇളക്കി അത് മെൽറ്റ് ആവണം. നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ഉരുകി കിട്ടാനായിട്ട് ഒന്ന് ചൂടാക്കി മെൽറ്റ് ആക്കുക ഫസ്റ്റ്. അപ്പം മോക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബോണോഫി പൈ വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോരോ ഐറ്റംസ് ആയിട്ട് പരീക്ഷിക്കാറുണ്ടല്ലേ? ബനാന കട്ട് ചെയ്ത് ഇടാം. കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഏകദേശം ഉരുകി പരുവത്തിനായി. അപ്പോൾ ബനാനയുടെ ടേസ്റ്റും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിനകത്തേക്ക് ഇൻഫ്യൂസ് ആയിക്കോളും. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കൊടുക്കല്ലേ? ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഡിഷിൽ പരീക്ഷിച്ച് നോക്കാവുന്ന നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സോട്ടേജ് ചെയ്യുമ്പോഴത്തേക്കും അടി പിടിച്ച് കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇത് റെഡി ആയിരിക്കും. ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്? വിപ്പിംഗ് ക്രീം പതിപ്പിക്കുക എന്നുള്ളത്. പാകത്തിന് ചെറിയ അളവിൽ പഞ്ചസാര മതി. ഓക്കെ, നമ്മളുടെ വീട്ടിലുള്ള ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ക്രീം പതപ്പിച്ചെടുക്കാം. നന്നായിട്ട് പതഞ്ഞത് നല്ല ക്രീം പരുവാകുന്നോണം വരെ നമ്മൾ വിപ്പിംഗ് ക്രീം ശരിക്കും അടിച്ച് പതിപ്പിക്കണം. ശരി, പാകത്ത് മതിയോ? അത് മതി. നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്രീം ഒഴിച്ചു കൊടുക്കണം. അടുത്തായിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ ഒന്ന് ചെറിയ കഷ്ണമായിട്ട് ഒന്ന് തൂളി കൊടുത്താൽ ബൈറ്റിംഗ് കിട്ടാൻ പാകത്തിന് നമുക്ക് ചെറിയ ബൈറ്റിംഗ്. നമ്മുടെ ക്ലാസിക് ബോണോഫി പൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15 മിനിറ്റ് സെറ്റ് ചെയ്ത് എടുത്താൽ ഉപയോഗിക്കാൻ പരുവാകും. അപ്പോൾ നമുക്ക് 15 മിനിറ്റോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള റെഡി ആയിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ ക്ലാസിക് ബോണോഫി പൈ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഈ ഷെഫ് പറയട്ടെ ഇങ്ങനെയുണ്ട്, കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് തന്നെ നല്ല രസം തോന്നുന്നു. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ശരിക്കും ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസും അതുപോലെ തന്നെ കാരമലിൻ്റെയും ചോക്ലേറ്റിൻ്റെയും കൂടെ ആ ഒരു മിക്സിങ്ങും ക്രീമും കൂടെ കൂടി ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കണം. ശരിക്കും മൗത്ത്മറ്റിംഗ് ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ഡിഷ് ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതിൽ നന്ദി. താങ്ക് യു. ഇത് വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ഈ ഡിഷ് ഇടയ്ക്കൊന്ന് പരീക്ഷിക്കുക. ഞാൻ ഇടയ്ക്ക് മോക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ള ഡിഷാണ്. ഏറ്റവും എളുപ്പം, നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ സെറ്റ് ചെയ്യുന്ന സമയം മാത്രം എടുക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ അതിമനോഹരമായിട്ട് ചോക്ലേറ്റ് ബോണോഫി പൈ തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു ഡിഷിന് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ത് ഡിഷാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്? ചോക്കോ പായസം. ചോക്കോ പായസം. ചോക്ലേറ്റിന്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റിന്റെ വെറൈറ്റീസിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു പുതിയ റെസിപ്പി കൂടി തയ്യാറാവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്? അട നമ്മൾ വേവിച്ച് ഊറ്റിയത്, ഊറ്റിയ അട, പിന്നെ ബട്ടർ, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് മെയ്ഡ് ഉരുക്കി നമ്മൾ മെൽറ്റാക്കി വെച്ചേക്കുന്നത്, മറ്റേ ചോക്ലേറ്റിനൊക്കെ ഉപയോഗിക്കുന്നത്, പിന്നെ ഷുഗർ, മിൽക്ക്. അപ്പൊ സാധാരണ പായസത്തിൽ നിന്ന് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നതിന് പകരം, ഗീ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ഫ്ലേവർ കയറി വരാതിരിക്കാനായിട്ട് ബട്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് ഈ റെസിപ്പിയുടെ പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ബട്ടർ എടുത്ത് അടയൊന്ന് ഉരുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലോ ഫയറിലാണ് ചെയ്യുന്നത്. നമുക്ക് എന്നിട്ട് അട ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിടും. ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്ന് വരട്ടിയെടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഓവർ കുക്കായി പോകാതിരിക്കാനും, ഈ അട ഓവർ കുക്കായി പോകാതിരിക്കാനും, അട ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ സോട്ട് ചെയ്തെടുക്കുന്നത്. ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടയെല്ലാം സെപ്പറേറ്റ് ആയി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പാലൊഴിച്ച് അതിനുശേഷം പാലൊഴിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ചൂട് കൂട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇനി സോട്ട് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് ഷുഗർ, മധുരം താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഷുഗർ ഇടാം, അല്ലെങ്കിൽ 2-3 സ്പൂൺ ഷുഗർ ഇട്ടതിന് ശേഷം നമുക്ക് മിൽക്ക് മെയ്ഡും ഷുഗർ ഉള്ളത് കാരണം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം പായസം കുറുകി വെന്ത് പരുവായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ അടുത്തായിട്ട് ചേർക്കേണ്ടത്? നമുക്ക് മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡ് നല്ല ബ്രൗൺ ആക്കി കാരമലൈസ് ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നല്ല കളർ വരും. അങ്ങനെ ഒരു ടോഫി ടേസ്റ്റിംഗ്, നല്ല കളറും ആവും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ കളർ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? ഈ ഒരു മിൽക്ക് മെയ്ഡിന് ഈ ഒരു നല്ല ബ്രൗൺ, മിൽക്ക് മെയ്ഡ് വൈറ്റ് കളറാണല്ലോ. ഇത് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി ഓയിൽ വഴറ്റിയെടുത്തിട്ടാണ് ഈ ഒരു കളർ ഡെവലപ്മെന്റിലേക്ക് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ്, അതിനകത്തേക്ക് ചോക്ലേറ്റും കൂടെ ഇട്ട്, വൈറ്റ് ചോക്ലേറ്റ്, അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കുന്ന പായസമാണല്ലോ, ഇത് പാലട പായസം അല്ലേ എന്ന് ചോദിക്കും. എവർ ഈ പായസം വ്യത്യസ്തമുള്ള പായസമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നോക്കൂ, കാരമലൈസ് ചെയ്തിട്ടുള്ള മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ രുചിച്ച് നോക്കുമ്പോഴേ സംഗതി മനസ്സിലാവുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാണ്, എന്താണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത, എന്താണ് ഈ പായസത്തിൻ്റെ വ്യത്യസ്തത, എന്ത് രുചിയാണ് മാഡം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കാത്തിരിക്കുകയാണ്. സംഗതി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം കുറുകി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല തിക്കായിട്ട്, നല്ല കളറും ഉണ്ട്. ഒരു ഒന്നൊന്നര പായസമാണ്. ഷെഫ് ഇത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയും നമ്മളോട്. എന്നാലും ഇപ്പൊ ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ സംഗതി മിനിച്ച് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല തീരുണ്ടോ, കുറുകി നല്ല തിക്നെസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പായസം കണ്ടിട്ട് സംഗതി കൊള്ളാം.
എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, ശരിക്കും സൂപ്പറായിട്ടുണ്ട്. നല്ല അടയൊക്കെ നന്നായിട്ട് വെന്തിട്ട് പാലിലേക്ക് ചോക്ലേറ്റ് അരിഞ്ഞ് ചേർന്നതിൻ്റെ ആ ഫ്ലേവറും ആ ഒരു കരമലൈസ് ആയിട്ടുള്ള ഒരു നല്ല വ്യത്യസ്തമായ രുചിയാണ്. വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ എഫർട്ട് 100% വർക്കൗട്ട് ചെയ്തു. നന്ദി. എന്നാൽ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു സംഗതി പരിചയപ്പെടുത്തിയതിൽ നന്ദി. ചോക്ലേറ്റ് പായസം നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാം. അടയൊന്ന് വെന്ത് കിട്ടുന്ന താമസമേ ഉള്ളൂ. ബാക്കി കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ചോക്ലേറ്റ് പായസം. പായസം എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ചോക്ലേറ്റ് ചേർത്ത പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി മധുരമാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യണം. ഇന്നിവിടെ നിങ്ങൾ 2 രസകരമായ ഡിഷുകൾ എനിക്ക് ഉണ്ടാക്കി തന്നു. ഒന്ന് ചോക്ലേറ്റ് ബൊണോഫി പൈ, അടുത്തത് ചോക്ലേറ്റ് പായസം. രണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു, രുചികരമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ കിച്ചണിൽ നിന്ന് അവൈലബിൾ ആയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ പേര് ചോക്ലേറ്റ് മൂസ് എന്നാണ്. അപ്പോൾ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓഫ് കോഴ്സ് വേണ്ടത് ചോക്ലേറ്റ് വേണം. അതുപോലെ തന്നെ നമുക്ക് മിൽക്ക്, എഗ് വൈറ്റ്, അതുപോലെ തന്നെ ജെലാറ്റിന്, കോൺഫ്ലവർ, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഈ കോൺഫ്ലവർ ഞാൻ യൂസ് ചെയ്യുന്നത് ചിലർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പാല് തിക്ക് ചെയ്യാനായിട്ട് എഗ്ഗിൻ്റെ യോക്ക് ഉപയോഗിക്കും, മുട്ടയുടെ ഉണ്ണി ഉപയോഗിക്കും. അപ്പോൾ മുട്ടയുടെ ഉണ്ണി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ചിലർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഷോർട്ട് കട്ടിലായിട്ട് തിക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനത് ഈ കോൺഫ്ലവർ കുറച്ച് സൊല്യൂഷനാക്കി വെച്ചിട്ടുണ്ട്. വാട്ടർ ചേർത്തിട്ട് നമ്മൾ കോൺഫ്ലവർ 2 സ്പൂൺ സൊല്യൂഷൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുക എന്നുള്ള പ്രക്രിയയാണ്. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഇത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര. ചില ആൾക്കാർക്ക് മധുരം കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും. കൊച്ചിന് മധുരം കൂടുതൽ, കുട്ടികൾക്ക് നന്നായിട്ട് മധുരം വേണം. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് മധുരം വേണം. അപ്പോൾ നമുക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാല് തിളച്ച് വരുന്നേ ഉള്ളൂ. അന്നേരത്തേക്ക് പഞ്ചസാരയും അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞോളൂ. നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റ് ടൈം വേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിതൊരു 6 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ, പാല് നന്നായിട്ട് തിളച്ചു. പാല് തിളച്ച് വരുന്ന ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫ്ലവർ ഉണ്ടോ നന്നായിട്ട് വെള്ളം ചേർത്ത് കോൺഫ്ലവർ സൊല്യൂഷനാക്കി വെച്ചിരിക്കുകയാണ്. ആ കോൺഫ്ലവർ ഒഴിച്ച് ഇതിനൊരു തിക്നെസ് വരുന്നോളം വരെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, വല്ലാതെ കുറുകിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറുകാതെ 2 ഫയർ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. ഫയർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കോൺഫ്ലവർ സൊല്യൂഷൻ ഒഴിച്ച് പാല് നല്ല തിക്നെസ്സായി. കാരണം ഈ മൂസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇനിയിപ്പോൾ സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ജെലാറ്റിൻ കൂടി ഒഴിച്ചു കൊടുക്കും. അതുണ്ടെങ്കിൽ നമുക്ക് നല്ല സെറ്റായിട്ട് വരാനായിട്ട് നമുക്ക് ചോക്ലേറ്റ് സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ശരിക്കും അതിന് ജെലാറ്റിൻ ചേർക്കുന്നത്. ജെലാറ്റിൻ ചേർക്കുമ്പോഴത്തേക്ക് സാധനം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ശരിക്കും നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇത്ര സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ചേർക്കാം. ചോക്ലേറ്റ് ചേർത്ത് ഏകദേശം 2-3 സ്പൂൺ കാണും അല്ലേ? നമുക്ക് 3 സ്പൂണോളം ചോക്ലേറ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് നമ്മൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് മാറി ഡാർക്ക് കളറിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സിന് വേണ്ട ശരിക്കും ഇളക്കുമ്പം നമ്മൾ ഫ്ലെയിം വേണ്ട. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ സൊല്യൂഷൻ അത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പാല് തിളച്ചതാണ്, അതെല്ലാം റെഡിയായി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, ഈ സാധനങ്ങൾ കുറച്ച് തണുക്കണം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അതിന് നമുക്ക്
ജോലിയിൽ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. എന്താ ഒരു 3 സ്പൂൺ ഷുഗർ കൂടെ ഇട്ടേക്ക്. ഷുഗർ ഇതിലിട്ട് കൊടുത്താൽ മതി. ഓക്കെ. ഈ ഇലക്ട്രിക്കൽ വിസ്ക് ആയതുകൊണ്ട് ഈ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാകുമ്പോൾ കുറച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് കിട്ടും. നന്നായിട്ടൊരു പാല് നേരം എത്ര എടുത്തു അളവ്? പാല് നമ്മൾ ഏകദേശം 60 മില്ലിയോളം ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അധികം ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു ബോളിൽ ട്രയൽ സെറ്റിങ്സിന് വേണ്ടി കുറച്ചുണ്ടാകുന്നത്, അതുകൊണ്ടാണ്. നോക്കൂ, മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് സൊല്യൂഷൻ നമ്മൾ ഒന്ന് ഒരു ബോളിലേക്ക് നമ്മൾ ഒഴിക്കുക. ചൂടുള്ള കാരണം നമുക്കത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കാരണം ചെറുതായിട്ട് നമ്മളൊരു 10 മിനിറ്റ് ടൈം കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയോ ചെയ്യണം. അപ്പോൾ ചോക്ലേറ്റ് സൊല്യൂഷൻ നമ്മളൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ചൂട് പാലിലല്ലേ മിക്സ് ചെയ്തത്, അത് കാരണം ഒന്ന് തണുത്ത് തന്നെ നന്നായിട്ട് തണുത്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തണുത്ത് വന്നതിന് ശേഷം നമ്മളിത് ഈ വിപ്പിംഗ് ക്രീം ചേർക്കാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് തണുത്ത് വന്നെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ മുട്ടയൊക്കെ ചേർക്കാനുള്ളത് സംഗതി അത് ഓവർ കുക്കായി പോകും. അത് കാരണം ഇത് നമ്മളിത് വളരെ ശ്രദ്ധാപൂർവം ക്രീം അതൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് അങ്ങനെ ഇൻഫ്യൂസ് ചെയ്തു. ഏത് നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലൊരു കളർ ആയിട്ടുണ്ട്, ടേസ്റ്റ് ആയിരിക്കും. അതാണ് നോക്കുമ്പോൾ അതിനുശേഷം ഈ മുട്ടയുടെ നമ്മുടെ വെള്ളം പതിപ്പിച്ച് വെച്ച് എന്നാൽ പിന്നെ അത്രയും പതിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ ഒരു മുട്ടയുടെ വെള്ളമായിട്ട് പതിപ്പിച്ചാൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 3 മുട്ടയുടെ വെള്ളം ചേർക്കുന്നത്. നമ്മുടെ ഈ സൊല്യൂഷൻ ഏകദേശം ഇപ്പോൾ ഏകദേശം മിക്സ് ആയിക്കൊണ്ടിരിക്കുക. നന്നായിട്ടിത് മിക്സ് ചെയ്യണം, അതാണ് അതിൻ്റെ പ്രത്യേകത. ശരിക്കും അതിൻ്റെ ആ മുട്ടവെള്ള പതപ്പിച്ചത് അതിനകത്തേക്ക് നന്നായിട്ട് ചോക്ലേറ്റ് ഒന്ന് തണുപ്പിക്കണം. ചോക്ലേറ്റിൻ്റെ മിക്സർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇത് മുട്ടയുടെ പതപ്പിച്ചത് ഇതിനകത്തേക്ക് ക്രീമും കൂടെ കൂടി ശരിക്കും ഇങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിരിക്കും, കഴിക്കുമ്പോൾ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഏകദേശം അതേ ടെക്സ്ചർ തന്നെ ആയിരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് സാധനം. സാധാരണ എല്ലാവരും വീടുകളിൽ പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ഐറ്റം തന്നെ. എല്ലാവർക്കും ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ റെസിപ്പി നിങ്ങൾ ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ തന്നെ ചോക്ലേറ്റ് മൂസ് ആയിരിക്കും റെസിപ്പിയിൽ വരുന്നത്. അതിൻ്റെ അത്ര മോസ്റ്റ് പോപ്പുലർ കോമൺ ആയൊരു ഐറ്റമാണിത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഷെഫുമാരും അവരുടേതായ ചെറിയ ആശയങ്ങൾ, ഐഡിയാസ് ഒക്കെ അതിനകത്ത് ചെറുതായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ രുചികളിലും രീതികളിലും ചെറിയ മാറിയ പരീക്ഷണങ്ങൾ നടത്തുമെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഇത് ശരിക്കും തണുക്കണം. 1 മണിക്കൂറോളം ഇരുന്നാലേ തണുക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് മൂസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചോക്ലേറ്റ് മൂസ് എങ്ങനെ ഉണ്ടെന്ന് ഇവർ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. കഴിച്ചു നോക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ സാധനമാണ്. എല്ലാവരും അപ്പോൾ നമ്മളിന്ന് 3 ഡിഷുകൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് മോളോട് ചോദിക്കാം, മോൾക്ക് ഏത് ഡിഷാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, കഴിക്കാൻ ഇഷ്ടമുള്ളത്? ചോക്ലേറ്റ് ഇൻഫ്യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട് സലാഡാണ് മോൾക്ക് ഇഷ്ടം. എങ്കിൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയ ഫ്രൂട്ട്സ് അപ്പം നമുക്ക് ഇപ്പോൾ ഓറഞ്ച്, അതുപോലെ തന്നെ പോമഗ്രനേറ്റ്, ആപ്പിൾ, ഈ 3 ഫ്രൂട്ട്സാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ചോക്ലേറ്റിൻ്റെ ബാർ ഉരുക്കിയതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഐസ്ക്രീം ലൈറ്റായിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഐസ്ക്രീമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പോമഗ്രനേറ്റും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പോമഗ്രനേറ്റ് കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചോയ്സോടുകൂടി തിരഞ്ഞെടുത്ത് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു
ഫ്രൂട്ട് സലാഡ് വിത്ത് ചോക്ലേറ്റ് സോസ്. ചോക്ലേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം കൂടെ കൂടി ഇതിനകത്തേക്ക് നമ്മളങ്ങ് മെൽറ്റ് ആക്കിയിട്ട് നന്നായിട്ട് നല്ല മധുരമുള്ള ചോക്ലേറ്റ് സോസാണിത്. ഇത് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട്സിനകത്ത് ഐസ്ക്രീം മിക്സ് ചെയ്ത് ചോക്ലേറ്റ് സോസും കൂടെ ചേർത്തിട്ട് വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റെസിപ്പി വളരെ നിസ്സാരമായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്ക് ചോക്ലേറ്റ് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോള് തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയട്ടെ. ആണോ? അപ്പോൾ ഇനി ഇതുപോലുള്ള സാധനങ്ങൾ ഡെയിലി ഉണ്ടാക്കി കഴിച്ചു. ഇനി നമ്മളുടെ ഈ സാധനങ്ങൾ യഥാർത്ഥത്തിൽ രുചിച്ച് നോക്കേണ്ടത് നമ്മളുടെ കൊച്ചു കൂട്ടുകാരാണ്. നമ്മളുടെ കൊച്ചു കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം കേൾക്കാം. ഇന്നത്തെ നമ്മളുടെ ഡിഷുകളെല്ലാം കുട്ടികൾ വളരെയധികം ആസ്വദിച്ച് കഴിച്ചു. ഇവിടെ ഇതുപോലൊരു പ്രോഗ്രാമിന് അവസരം തന്ന ജോബിക്കും കുടുംബത്തിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പുതുമയാർന്ന കുറച്ച് ഡിഷുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.